അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൊപ്പർക്കളത്ത് വെച്ച് KNM പ്രവർത്തകർ സംഘടിപ്പിച്ച അവരുടെ പള്ളിയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരുന്ന, അഥവാ KNM പള്ളിയിൽ 5 വർഷക്കാലമായി ഖുത്ബ നിർവഹിച്ചിരുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് അടഞ്ഞു പുറത്തുപോയ കുപ്രസിദ്ധനായ, ഇന്ന് ഏറെ അറിയപ്പെടുന്ന ദുർമന്ത്രവാദി സാജിദ്, അദ്ദേഹം കശ്ഫ് ഉൾപ്പെടെയുള്ള ശിർക്കൻ ദുർമന്ത്രവാദ പ്രവർത്തനമായിരുന്നു തൻ്റെ അടുത്ത് വന്ന KNMകാർക്കും മറ്റുള്ളവർക്കും ചെയ്തു കൊടുത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കുപ്രചരണങ്ങളും പലർക്കുമെതിരെ അഴിച്ചുവിടുന്നുണ്ട്. അപ്പോൾ ആ കുപ്രചരണങ്ങൾക്ക് മറുപടി പറയുന്നതിൻ്റെ 5ാമത്തെ പാർട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. അതുകൊണ്ട് ആദ്യം അദ്ദേഹം കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ 4ാമത്തെ നമ്മുടെ സംസാരത്തിൽ ഞാൻ കായംകുളം കൊച്ചുണ്ണിയെ പോലെ എന്നൊക്കെ പറഞ്ഞ് കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ പറഞ്ഞ കളവ്, അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേൾപ്പിച്ചത്. ഇനി കായംകുളം കൊച്ചുണ്ണിയുടെ പേരിലൂടെ അദ്ദേഹം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വേദിയിൽ വെച്ച് പറഞ്ഞത് കായംകുളം കൊച്ചുണ്ണിയൊക്കെ ചെയ്തതുപോലെയാണ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. അതിനുശേഷം എന്താണ് നമുക്ക് അതിനെപ്പറ്റി വിശദീകരിക്കാം. ഞാൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഹുക്കുമൊന്നും ഇപ്പോൾ ബാധകമല്ലല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹം പണക്കാരെ മുതൽ കെട്ട് പാവങ്ങൾ കൊണ്ടേൽക്കും. അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അതൊരു പുണ്യകർമ്മമാണ്. ഏതുപോലെ ഇപ്പം ഞാൻ ചെയ്ത പോലെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ കൂടെ 12 കൊല്ലം നിന്നിട്ട് ഈ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്ന് ഖുർആൻ പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കൃത്യമായ തൗഹീദും ഷിർക്കും വേർതിരിച്ച അഖീദയിൽ പഠിപ്പിച്ച കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത് ഷിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാതെ കുറേ കാലം ഞാൻ വയൽ പറഞ്ഞു നടന്ന ആളാണ്. ഇതുപോലെ കായംകുളം കൊച്ചുണ്ണിയും ചെയ്തിട്ടുണ്ടാവും. കായംകുളം കൊച്ചുണ്ണി അങ്ങനെ എവിടെയും കളവ് പുണ്യകർമ്മമാണ്, അത് സൽക്കർമ്മമാണെന്നൊന്നും ആയത്ത് ഹദീസ് ഉദ്ധരിച്ച് എവിടെയും പ്രസംഗിച്ചു നടന്നിട്ടില്ല. സാജിദേ, എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ചു പറയല്ലേ. കായംകുളം കൊച്ചുണ്ണി ചെയ്യുന്ന പണി കളവാണ്. അത് അതിനോട് നീതി പുലർത്തി മൂപ്പര് ചെയ്തു പോയി, അയാൾ മരിച്ചുപോയി. മനസ്സിലായില്ലേ? ആ കളവിന് അയാൾക്ക് അർഹമായ ശിക്ഷ അത് അവിടെ പരലോകത്ത് അള്ളാഹ് കണക്ക് പോലെ കൊടുത്തോളും. അയാൾ ഇസ്ലാമിൻ്റെ വിധി ഇല്ലാത്ത ആളാണ്, ഹുക്കുമില്ലാത്ത ആളാണെന്നൊക്കെയുള്ള ജഹാലത്തൊന്നും വിളിച്ച് ഇതുപോലെ KNM കെട്ടിത്തീരുന്ന സ്റ്റേജിൽ വെച്ചല്ലാതെ ഇപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇത്രമാത്രം അബദ്ധങ്ങളും അപകടങ്ങളും ആ വേദിയിൽ എനിക്ക് പറയാം, അത് പ്രശ്നമല്ല. പക്ഷേ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റേജിൽ വെച്ചെങ്ങാനും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറഞ്ഞ ഒരു കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്നെങ്ങാനും പറഞ്ഞാൽ അത് നീ വിവരം അറിയും. അത് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഇവിടെ മുജാഹിദ് കുട്ടികളുണ്ട്. അതുകൊണ്ട് അന്നൊന്നും എവിടെയും ഈ ഖുർആനിലും സുന്നത്തിലും ഖണ്ഡിതമായി അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറഞ്ഞ സഹായത്തേട്ടം അത് ഇർക്കല്ല, നീ എവിടെയും പ്രസംഗിച്ചിട്ടില്ല. അത് നിനക്ക് തെളിയിക്കാൻ സാധ്യമല്ല ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് കളവ് പറയല്ലേ. നീ ഏത് കുപ്പത്തൊട്ടിയിൽ ഇറങ്ങിയിട്ടും എന്ത് ചെയ്യും? KNMന് പ്രീണിപ്പെടുത്തും. അതുകൊണ്ട് നമുക്കതൊക്കെ അറിയാം. അതുകൊണ്ട് നീ പ്രസംഗിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് നീ ഈ പറയുന്നത് പോലെ ഖുർആനും സുന്നത്തും ഖണ്ഡിതമായി വ്യക്തമായി ഷിർക്കാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം, നീ ഇസ്തിഹാനത്ത് മാത്രം വേണ്ട, ഏതെങ്കിലും ഒരു വിഷയം അത് ഷിർക്കല്ലെന്ന് നീ ദുർവ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? തെളിയിക്കത്. നിനക്ക് ആണത്തമുണ്ടെങ്കിൽ നീ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടോയെന്നൊന്നും ഞാൻ ചോദിക്കുന്നത്, അതൊന്നുമില്ല എന്ന് 100% ഉറപ്പാണ്. നിനക്ക് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ട്. ആ മുറാദ് ഹാസിലാക്കാൻ വേണ്ടിയിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാരെയും പ്രബോധകരെയും ഒക്കെ ചളിവാറി എറിഞ്ഞ് കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഉപജീവനമാർഗം കഴിച്ച് മുന്നോട്ട് പോകാനുള്ള നിൻ്റെ ഭദ്രപ്പാട് അത് കൃത്യമായി KNMമാർക്കും അറിയൊക്കെ ചെയ്യുക. അതുകൊണ്ടാണല്ലോ നായി തൊട്ട കലം പോലെ എന്നെ മാറ്റി നിർത്തി നിന്നെ ചാട്ടുളിയായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏതായിരുന്നാലും ശരി, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നീ ഈ പറഞ്ഞ കാര്യം നീ തെളിയിക്ക്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് നീ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് കൃത്യമായി പറഞ്ഞ ഒരു കാര്യം അത് ഷിർക്കല്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്ന് നീ പ്രസംഗിച്ച ആ പ്രഭാഷണം കേൾപ്പിച്ചിട്ട് അത് ഞാനിതായി ഇങ്ങനെയാണത്
തെറ്റിദ്ധരിപ്പിച്ചത് മുമ്പ് അതിൻ്റെ യഥാർത്ഥ സൽവ്യാഖ്യാനം ഇന്നതാണ് എന്നൊരു വീഡിയോ ചെയ്തിറക്കാൻ നിനക്ക് ആർജവമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതില്ല, എനിക്കങ്ങനെ ഒരു ആർജവമില്ല, സാധ്യമല്ല നിനക്കതിന്. അതുകൊണ്ട് ഈ ജാതി ആളുകളെ കബളിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങളെയൊക്കെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകരും പ്രബോധകരും അതുപോലെ നേതാക്കന്മാരൊന്നും വേണ്ട നിൻ്റെ ഈ വിവരക്കേടും ഈ ജഹാലത്തും പൊളിച്ചടക്കാൻ. അതൊക്കെ അതിൻ്റെ അനുഭാവികളായ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് കൃത്യമായി ഇതാ നിനക്ക് ഉളുപ്പ് വളപ്പിൻ്റെ മൂലയിലുണ്ടെങ്കിൽ അതില്ല, അതുണ്ടെങ്കിൽ ഇങ്ങനെ പണിയൊന്നും ചെയ്യൂലല്ലോ. അതുകൊണ്ട് അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നീ ഏറ്റവും ചുരുങ്ങിയത് നിനക്ക് സമൂഹ മധ്യത്തിൽ നീ കായംകുളം കൊച്ചുണ്ണിയെപ്പോലെയുള്ള ഒരു കള്ളനല്ല, തമ്മാടിയല്ല, ഒരു കപടനല്ല എന്ന് നിനക്ക് സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നീ ഇതൊന്നും ചെയ്ത് സമർത്ഥിച്ചാൽ അത് ഞങ്ങൾ കേൾക്കട്ടെ, കാണട്ടെ.